പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 309 അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ ബ്രൂണോയെക്കുറിച്ചാണ്. ഏതാണ്ട് 1030 കൊളോൺ എന്ന സ്ഥലത്ത് ജനിച്ച വിശുദ്ധ ബ്രൂണോ ആണ് കാർത്തൂസിയൻസ് എന്ന സന്യാസാശ്രമത്തിൻ്റെ സ്ഥാപകൻ. ആദ്യകാലങ്ങളിൽ കൊളോണിലെയും റെയിംസിലെയും കാനോണായാണ് അദ്ദേഹം വർത്തിച്ചിരുന്നത്. റെയിംസിലെയും മനാസയിലെയും ആർച്ച് ബിഷപ്പിന്റെ അടിച്ചമർത്തൽ മൂലം അദ്ദേഹം പിന്നീട് ഏകാന്തവാസം നയിക്കുവാൻ തീരുമാനിച്ചു. ചാട്രിയോസ് എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ഏകാന്തവാസം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം കാർത്തൂസിയൻ സഭ സ്ഥാപിച്ചു. സഭയിലെ ഏറ്റവും കർക്കശമായതായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ആശ്രമം. വിശുദ്ധ ബെനഡിക്റ്റിന്റെ പ്രമാണങ്ങളായ എളിമയും പരിപൂർണ നിശബ്ദതയും കാർത്തൂസിയൻസും പിന്തുടർന്നു. മാംസം പരിപൂർണമായും വർജിച്ച് റൊട്ടിയും പയർവർഗ്ഗങ്ങളും വെള്ളവും മാത്രം കഴിച്ച് വിശുദ്ധനും ആശ്രമവാസികളും വിശപ്പടക്കി. ഏകാന്തമായ സന്യാസ ജീവിത രീതി അദ്ദേഹം പുനർജീവിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് അവിശ്വസ്തത കാണിക്കുകയോ അദ്ദേഹം കാണിച്ച വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തിട്ടില്ല. ആശ്രമം സ്ഥാപിച്ച 6 വർഷം കഴിഞ്ഞപ്പോൾ ഉർബൻ 2 പാപ്പ തന്റെ ഉപദേഷ്ടാവായി അദ്ദേഹത്തെ റോമിലേക്ക് വിളിപ്പിച്ചു. നിറഞ്ഞ മനസ്സോടെ ഈ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. എന്നിരുന്നാലും ഹെൻറി 4 നടപടികൾ മൂലം പാപ്പ കമ്പാനിയയിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ ബ്രൂണോ ചാട്രിയോസിന് സമമായ ലാ റെറ്റോ എന്ന വിജന പ്രദേശം കണ്ടെത്തുകയും അവിടെ മറ്റൊരു ആശ്രമത്തിന് അടിസ്ഥാനമിടുകയും ചെയ്തു. 1701 സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം വിവിധ രോഗങ്ങൾക്കടിമയായി. അതേ വർഷം ഒക്ടോബർ 6 തന്റെ 71 വയസ്സിൽ വിശുദ്ധൻ മരണമടഞ്ഞു. ദേവാലയത്തിന്റെ പ്രകാശം, പൗരോഹിത്യത്തിന്റെ പുഷ്പം, ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും മഹത്വം എന്നിങ്ങനെയൊക്കെയാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാവൂ, അത് ദാനമായാലും സ്നേഹമായാലും. പിന്നിട്ട വഴികൾ മറക്കുന്നവരുണ്ട്. അവർ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പുച്ഛത്തോടെ മാത്രമേ നമ്മളെ കാണുകയുള്ളൂ. മറക്കാതിരിക്കുക വന്ന വഴിയും സങ്കടങ്ങളിൽ കൂടി നിന്നവരെയും സങ്കടങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളെയും. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക. കേട്ടറിയുന്ന കാര്യങ്ങൾ അവഗണിക്കുക. ആരെയും തിരുത്താതെ ഇരിക്കുക. നമ്മളെ വായിക്കാതെ പോയവരെ എന്തിനു നമ്മൾ തിരുത്തണം? ഏവർക്കും നന്ദി.